we discuss a problem related to a summer air conditioning system. Question number 2. Air flowing at the rate of 100 meter cube per minute at 40 degrees Celsius dry bulb temperature and 50% relative humidity is mixed with another stream flowing at the rate of 20 meter cube per minute at 26 degrees Celsius dry bulb temperature and 50% relative humidity. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലായി 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അത് കൂടുതലാണ്, 26 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കുറവാണ്. അപ്പോൾ നമുക്ക് ഔത്തിൽ നിന്ന് ക്ലിയർ ആണ്, ഇതായിരിക്കും റൂമിൻ്റെ കണ്ടീഷൻ. റൂം സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ 26 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബാണ്, അതുപോലെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് കണ്ടീഷനാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ 100 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് എയർ എടുക്കുന്നത്. അതേസമയം 20 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് നമ്മൾ റീസർക്കുലേറ്റഡ് എയർ എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഫ്രഷ് എയർ എടുക്കുന്നതിൻ്റെ എമൗണ്ട് കൂടുതലാണ്. ദെൻ ദ മിക്സ്ചർ ഫ്ലോസ് ഓവർ എ കൂളിംഗ് കോയിൽ. അപ്പോൾ ഈ ഫ്രഷ് എയറും അതുപോലെ തന്നെ റീസർക്കുലേറ്റഡ് എയർ, കാരണം റീസർക്കുലേറ്റഡ് എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് റൂം കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഈ റീസർക്കുലേറ്റഡ് എയറും ഫ്രഷ് എയറും കൂടെ മിക്സ് ചെയ്തിട്ട് കൂളിംഗ് കോയിലിൽ കൂടെ കടത്തിവിടുന്നു. അപ്പോൾ ദ മിക്സ്ചർ ഫ്ലോസ് ഓവർ എ കൂളിംഗ് കോയിൽ ഹൂസ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മുടെ കൂളിംഗ് കോയിൽ ഇരിക്കുന്നത് 10 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി കൂളിംഗ് കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ ഉണ്ട്, ആൻഡ് ബൈപ്പാസ് ഫാക്ടർ ഈസ് 0.2. ഫൈൻഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ ലീവിങ് ഇൻ ദ കോയിൽ. അപ്പോൾ നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കാണണം. ആരുടെ? കോയിലിൻ്റെ എക്സിറ്റിൽ വരുന്ന ആ എയറിൻ്റെ എന്ന് പറയുമ്പം പോയിൻ്റ് എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ ബൾബും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കാണണം. Then if this air is supplied to an air conditioned room where 26 degrees Celsius dry bulb temperature and 50% relative humidity are maintained, estimate a room sensible heat factor. Then cooling load capacity of coil in terms of refrigeration. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്തിരുന്നു, അത് തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയഗ്രാംസും കാര്യങ്ങളും സെയിം ആണ്. റീസർക്കുലേറ്റഡ് എയർ ഉണ്ട്, ഫ്രഷ് എയർ ഉണ്ട്, മിക്സ് ചെയ്യുന്നു, കൂളിംഗ് കോയിലിൽ കൂടെ കടത്തി വിടുന്നു. ദെൻ ആ കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിൽ വരുന്ന എയറാണ് നമ്മുടെ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എയർ. ദെൻ ആ എയർ സപ്ലൈ ചെയ്തുകൊണ്ട് റൂം കണ്ടീഷൻ ഐ എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് സ്കീമാറ്റിക് നോക്കാം. അപ്പോൾ റൂം കണ്ടീഷൻ എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. ഇപ്പോൾ റൂം കണ്ടീഷൻ നമ്മൾ ഐ എന്ന് സൂചിപ്പിക്കുന്നു. ദെൻ റീസർക്കുലേറ്റ് ചെയ്ത് വരുന്ന എയർ ഉണ്ട്, ആ എയറിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 20 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. ആ എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നതും ഐ തന്നെയാണ്. ഇനി ഫ്രഷ് എയർ ഉണ്ട്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എയർ ഉണ്ട്. ആ ഔട്ട്സൈഡ് എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 50% ആണ്. അതോടൊപ്പം തന്നെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 100 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഈ റീസർക്കുലേറ്റഡ് എയറും ഫ്രഷ് എയറും മിക്സ് ചെയ്യുന്നു. ദെൻ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ നമ്മൾ എം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ മിക്സ്ചറിനെ കൂളിംഗ് കോയിലിൽ കൂടെ കടത്തി വിടുന്നു. ഈ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂളിംഗ് കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ എത്രയാണ്? 0.2 ആണ്. ദെൻ കൂളിംഗ് കോയിലിൻ്റെ ഈ എക്സിറ്റിൽ വരുന്ന ആ ഒരു എയർ, ആ എയറാണ് സപ്ലൈ എയർ. അതായത് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ചെയ്ത എയറാണ്. ആ എയറിൻ്റെ ആ കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിൽ വരുന്ന ആ എയറിനെയാണ് നമ്മൾ പോയിൻ്റ് എസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക.
ദെൻ ഈ എസ് കണ്ടീഷനിലുള്ള എയർ ആയിരിക്കും നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂം ഐ എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതാണ് ജനറലായിട്ട് ഈ ഒരു സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യം. ഇനി ഗിവൺ ഡേറ്റ ഇൻഡോർ കണ്ടീഷൻ നമ്മൾ തന്നിട്ടുണ്ട്. ഇൻസൈഡിലെ ഡ്രൈ ബൾബ് 26 ഡിഗ്രി സെൽഷ്യസും ഇൻസൈഡിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റീസർക്കുലേറ്റ് ചെയ്യുന്ന എയർ, ആ എയറിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 m3/min ആണ്. ഇനി ഔട്ട്സൈഡ് കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഔട്ട്സൈഡ് എയറിൻ്റെ ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഡ്രൈ ബൾബ് തന്നിട്ടുണ്ട് 40 ഡിഗ്രി സെൽഷ്യസ്. ദെൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നിട്ടുണ്ട് 50%. ദെൻ ഔട്ട്സൈഡ് എയറിൻ്റെ ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് 100 m3/min. ഇനി കോയിലിൻ്റെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 10 ഡിഗ്രി സെൽഷ്യസ്. കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ട് 0.2. ഇനി ഓർക്കേണ്ട കാര്യം ഐ എപ്പോഴും സൂചിപ്പിക്കുക ഇൻഡോർ കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻസൈഡ് കണ്ടീഷൻ ആയിരിക്കും. ഒ എപ്പോഴും സൂചിപ്പിക്കുക ഔട്ട്സൈഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ടി ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ ബൾബാണ്, ടി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെറ്റ് ബൾബാണ്. അക്കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്നും കണ്ടുപിടിക്കണം. ഇനി നമുക്കിവിടെ ഇക്വേഷൻസ് യൂസ് ചെയ്യണം. എന്തൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്? മാസ് കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ മാസ് കണ്ടുപിടിക്കുന്നത് ഫ്ലോ റേറ്റ് ഇൻറ്റു ഡെൻസിറ്റി ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഡെൻസിറ്റി തരാത്തത് കൊണ്ട് നമ്മൾ മാസ് കണ്ടുപിടിക്കുന്നത് ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എന്നായിരിക്കും. ഏത് മാസാണോ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആ മാസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. ഫോർ എക്സാമ്പിൾ റീസർക്കുലേറ്റ് എയറിൻ്റെ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ റീസർക്കുലേറ്റ് എയറിൻ്റെ ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ റീസർക്കുലേറ്റ് എയറിൻ്റെ സ്പെസിഫിക് വോളിയം ചെയ്താൽ മതി. ഇനി ഇതുപോലെ തന്നെ ഫ്രഷ് എയറിൻ്റെ മാസ് കണ്ടുപിടിക്കണം, MO. അപ്പോൾ ഫ്രഷ് എയറിൻ്റെ ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ ഫ്രഷ് എയറിൻ്റെ സ്പെസിഫിക് വോളിയം. അപ്പോൾ നമുക്ക് എവിടുന്ന് കിട്ടും ഈ സ്പെസിഫിക് വോളിയം? നമുക്ക് ഒയും ഐയും സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റിയാൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്പെസിഫിക് വോളിയം കിട്ടും. കാരണം റീസർക്കുലേറ്റ് എയർ എന്ന് പറയുമ്പം റൂം എയറിൻ്റെ അതേ കണ്ടീഷനിലുള്ള എയറാണ് റീസർക്കുലേറ്റ് എയർ. അപ്പോൾ പോയിൻ്റ് ഐ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്താൽ ആ പോയിൻ്റ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം എന്താണോ അതായിരിക്കും VRC എന്ന് പറയുന്നത്. ഇനി പോയിൻ്റ് O നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ പോയിൻ്റ് O അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം എന്താണോ അതാണ് ഈ VO എന്ന് പറയുന്ന സ്പെസിഫിക് വോളിയം. VO അല്ല ന്യൂO. ദെൻ നമുക്ക് MS എന്ന് പറഞ്ഞാൽ MRC പ്ലസ് MO ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എനർജി ബാലൻസ്, കാരണം O എന്ന കണ്ടീഷനിലുള്ള എയറും I എന്ന കണ്ടീഷനുള്ള എയറും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് M. അപ്പോൾ MO ഇൻറ്റു HO ഈക്വൽ ടു MRC ഇൻറ്റു HI. അപ്പോൾ MRC ഇൻറ്റു HI ഈക്വൽ ടു MS ഇൻറ്റു HM. ഓക്കെ, അപ്പോൾ MO ഇൻറ്റു HO എന്ന് പറയുന്നത് ഔട്ട്സൈഡ് എയറിൻ്റെ മാസ് ഇൻറ്റു എൻതാൽപ്പി. MRC എന്ന് പറയുന്ന റീസർക്കുലേറ്റ് എയർ, അതിൻ്റെ എൻതാൽപ്പി HI. കാരണം റീസർക്കുലേറ്റ് എയറിൻ്റെ കണ്ടീഷൻസ് എല്ലാം റീസർക്കുലേറ്റ് എയർ ഡ്രൈ ബൾബ് ആയിക്കോട്ടെ, വെറ്റ് ബൾബ് ആയിക്കോട്ടെ, എൻതാൽപ്പി ആയിക്കോട്ടെ, അതെല്ലാം റൂം എയറിൻ്റെ അതേ കാര്യങ്ങൾ, അതേ കണ്ടീഷൻ തന്നെയാണ് റീസർക്കുലേറ്റ് എയറിനും. ദെൻ നമ്മൾ ആ മിക്സ്ചർ MOയും MRCയും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് MS എന്ന് പറയുന്ന മാസാവുന്നു. ദെൻ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ, ആ മിക്സ്ചറിൻ്റെ എൻതാൽപ്പിയാണ് HM. ഇനി കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് പോയിൻ്റ് S നമുക്ക് മാർക്ക് ചെയ്താൽ ആ പോയിൻ്റ് Sലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ആ മിക്സ്ചറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് കോയിലിൻ്റെ ടെമ്പറേച്ചർ. കാരണം നമ്മൾ പോയിൻ്റ് M ഉണ്ട്, ആ പോയിൻ്റ് M തൊട്ട് S വരെയാണ് ഈ കൂളിംഗ് കോയിലിൽ നടക്കുന്ന പ്രോസസ്സ്. M എന്ന് പറയുന്നതാണ് കൂളിംഗ് കോയിലിൻ്റെ ഇൻലെറ്റ്, S എന്ന് പറയുന്നതാണ് കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ്. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഈ S എന്ന് പറയുന്ന അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കുറച്ചും കൂടെ ഹയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത് പോയിൻ്റ് Sലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ
പോയിൻറ്റ് എമ്മിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് കോയിൽ ടെമ്പറേച്ചർ. ദെൻ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് RSH ഡിവൈഡ് ബൈ RSH പ്ലസ് RLH. അപ്പോൾ നമുക്ക് RSHും RLHും കിട്ടിക്കഴിഞ്ഞാൽ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടെത്താം. ഇനി നമ്മൾ നേരെ സൈക്കോമെട്രിക് ചാർട്ടിലേക്ക് പോകുന്നു. ഇവിടെയും ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തരുന്നു. നമുക്ക് I എന്ന കണ്ടീഷനാണ് റൂം കണ്ടീഷൻ, O എന്ന് പറയുന്ന ഔട്ട്സൈഡ് കണ്ടീഷൻ, M എന്ന് പറയുന്നതാണ് മിക്സ്ചർ. അപ്പോൾ ഈ മിക്സ്ചറിനെ കൂളിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നു, കൂളിംഗ് കോയിലിൽ കൂടെ കടത്തിവിട്ട് കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ് S. അതല്ല എങ്കിൽ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന കണ്ടീഷനാണ് S. ദെൻ ഈ S എന്ന് പറയുന്ന കണ്ടീഷനുള്ള എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റൂം കണ്ടീഷൻ Iയിലേക്ക് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ Iയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇൻസൈഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. 26 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബും അതുപോലെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. ദെൻ ഔട്ട്സൈഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട് 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് Iയും Oയും സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് I മാർക്ക് ചെയ്തു. Iലെ 26 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. അത് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് I എന്ന് വെച്ചു. അടുത്തത് 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ ലൈൻ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ മീറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെ O എന്ന് വിളിച്ചു. അപ്പോൾ Oയും Iയും മാർക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, 10 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. സോ 10 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വന്ന് സാച്ചുറേഷൻ കർവിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ അപ്പാരറ്റസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ADP. അപ്പോൾ ADP മാർക്ക് ചെയ്യാൻ സാധിച്ചു, I മാർക്ക് ചെയ്യാൻ സാധിച്ചു, O മാർക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് എമ്മും എസും മാർക്ക് ചെയ്യണം. പക്ഷേ നമുക്ക് എമ്മും എസും ഇപ്പോൾ അറിയില്ല എവിടെയാണെന്നുള്ളത്. ഇനി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ദ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ കണ്ടീഷൻസ് ഓൺ ദ സൈക്കോമെട്രിക് ചാർട്ട്. ഇനി അതിൽ നമുക്ക് Iയും Oയും മാർക്ക് ചെയ്താൽ നമുക്ക് ഓയിലെ എൻതാൽപ്പി, ഓയിലെ സ്പെസിഫിക് വോളിയം തുടങ്ങി ഓയിലെ എല്ലാ കാര്യങ്ങളും കണ്ടെത്താം. അതുപോലെ തന്നെ I മാർക്ക് ചെയ്യുമ്പോൾ Iലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതിൽ ഇവിടെ O എന്ന പോയിൻറ്റിലെ എൻതാൽപ്പിയാണ് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുക. അതുപോലെ തന്നെ O എന്ന ആ പോയിൻറ്റിലെ സ്പെസിഫിക് വോളിയമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുക. എന്തിനാണ് ഇവിടെ സ്പെസിഫിക് വോളിയം എടുത്തത്? നമുക്ക് ഔട്ട്സൈഡ് എയർ അല്ലെങ്കിൽ ഫ്രഷ് എയറിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം ഇവിടെ എടുത്തത്. ഇനി I എന്ന കണ്ടീഷൻ, അതാണ് ഇൻഡോർ കണ്ടീഷൻ. അപ്പോൾ I എന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് ആവശ്യമുള്ള എൻതാൽപ്പി ആയ HI കിട്ടും. അതുപോലെ തന്നെ ആ I എന്ന പോയിന്റിലെ സ്പെസിഫിക് വോളിയം കിട്ടും. കാരണം ആ സ്പെസിഫിക് വോളിയം ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് റീസർക്കുലേറ്റഡ് എയറിൻ്റെ മാസ് കണ്ടെത്താൻ. അപ്പോൾ അതുകൊണ്ട് ആ സ്പെസിഫിക് വോളിയത്തിനെ ന്യൂ I എന്ന് എഴുതുന്നതിന് പകരം ന്യൂ RC എന്ന് എഴുതി. കാരണം നമുക്ക് ഈ ഒരു സ്പെസിഫിക് വോളിയം ഉപയോഗിച്ചുകൊണ്ട് റീസർക്കുലേറ്റഡ് എയറിൻ്റെ മാസ് കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ന്യൂ RC എന്ന് എഴുതി. ഇനി നമുക്ക് മാസ് ഓഫ് ദ ഫ്രഷ് എയർ കാണണം, MO. അതെങ്ങനെയാണ്? ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. അപ്പോൾ ഫ്ലോ റേറ്റ് നമുക്ക് ഫ്രഷ് എയറിൻ്റെ 100 m3/min തന്നു. സ്പെസിഫിക് വോളിയം നമ്മൾ ഫ്രഷ് എയറിൻ്റെ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടി. സോ നമുക്ക് മാസ് ഓഫ് ഫ്രഷ് എയർ സപ്ലൈഡ് കിട്ടി 108.7 kg/min എന്ന് കിട്ടി. ഇനി നമുക്ക് റീസർക്കുലേറ്റഡ് എയറിൻ്റെ മാസ് കാണണം, MRC. എന്ന് പറഞ്ഞാൽ ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 20 m3/min ആണ്. ദെൻ നമ്മൾ സ്പെസിഫിക് വോളിയം കറസ്പോണ്ട് ടു പോയിൻറ്റ് I നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും 0.862. അപ്പോൾ ആ 0.862 നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 23.2 kg/min എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഫ്രഷ് എയർ സപ്ലൈ ചെയ്യുന്നത് 108.7 kg/min ആണ്. റീസർക്കുലേറ്റഡ് എയർ സപ്ലൈ ചെയ്തത് 23.2 kg/min ആണ്. അപ്പോൾ ഫ്രഷ് എയറിൻ്റെ
മാസ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ എം എന്ന് പറയുന്ന പോയിൻ്റ് കൂടുതലും ആരോടായിരിക്കും ചേർന്നിരിക്കുക? ഒ എന്ന് പറയുന്ന പോയിൻറ്റിനോടായിരിക്കും കൂടുതലും ചേർന്നിരിക്കുക. ഇനി ആ എമ്മിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്കറിയണം. അപ്പോൾ നമുക്ക് മാസ് കണ്ടുപിടിച്ചു, ഫ്രഷ് എയറിൻ്റെയും റീസർക്കുലേറ്റഡ് എയറിൻ്റെയും. ഇനി എം എസ് എന്ന് പറയുന്നത് MRC+MO ആണെന്ന് നമുക്കറിയാം. സോ ആ എം എസിൻ്റെ വാല്യൂ 131.9 kg/min എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എനർജി ബാലൻസ് എടുക്കുന്നു. കാരണം ഒ എന്ന കണ്ടീഷനിലുള്ള എയറും ഐ എന്ന കണ്ടീഷനിലുള്ള എയറും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എം എന്ന കണ്ടീഷനിലുള്ള എയർ കിട്ടുക. സോ MO × HO പ്ലസ് MRC × HI ഈക്വൽ ടു MS × HM. അപ്പോൾ നമുക്കിതിൽ എല്ലാ ടൈമും അറിയാം. അറിയാത്ത ഒരൊറ്റ ടൈം എന്ന് പറയുന്നത് HM ആണ്. സോ ആ HMൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടുന്നു 91.65 kJ/kg ഓഫ് ഡ്രൈ എയർ. അപ്പോൾ നമുക്ക് എമ്മിലെ എൻതാൽപ്പി കിട്ടി. അപ്പോൾ ആ എൻതാൽപ്പി എന്ന് പറയുന്നത് 91.65 kJ/kg ഓഫ് ഡ്രൈ എയർ ആണ്. സോ അപ്പോൾ പോയിൻ്റ് എമ്മിലെ നമുക്ക് എൻതാൽപ്പി കിട്ടി. പോയിൻ്റ് എമ്മിലെ എൻതാൽപ്പി കിട്ടിയാൽ നമുക്ക് ആ പോയിൻ്റ് എം എന്ന് പറയുന്നത് നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ആ HMൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് അറിയാം. അപ്പോൾ ആ HMൻ്റെ വാല്യൂവിൽ നിന്ന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ OI എന്ന് പറയുന്ന ലൈൻ OI എന്ന് പറയുന്ന ലൈനിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിൻ്റാണ് പോയിൻ്റ് എം. അപ്പോൾ നമുക്ക് പോയിൻ്റ് എമ്മിലെ എന്ത് കിട്ടി? പോയിൻ്റ് എമ്മിൻ്റെ ലൊക്കേഷൻ കിട്ടി. OI എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ എവിടെയാണ് പോയിൻ്റ് എം എന്നുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നൗ ഡ്രോ എ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ കറസ്പോണ്ടിങ് ടു HM. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. HM കിട്ടിക്കഴിഞ്ഞാൽ HMൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ വരയ്ക്കുന്നു. ആ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈനിൽ നിന്ന് നമുക്ക് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ വരയ്ക്കുന്നു. കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ OI എന്ന് പറയുന്ന, ഇത് I ആണ്, ക്യാപിറ്റൽ I അല്ല, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. OI എന്ന് പറയുന്ന ലൈനിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെ എം എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ ലൊക്കേഷൻ കിട്ടി. അപ്പോൾ എമ്മിൻ്റെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഫ്രം ദ സൈക്കോമെട്രിക് ചാർട്ട് വി ഫൈൻഡ് ദാറ്റ് ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ എൻ്ററിങ് ദ കൂളിംഗ് കോയിൽ. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ എമ്മിലെ ഡ്രൈ ബൾബ് ആയിക്കോട്ടെ, വെറ്റ് ബൾബ് ആയിക്കോട്ടെ, എൻതാൽപ്പി ഓൾറെഡി കണ്ടുപിടിച്ചു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, അങ്ങനെ ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പോയിൻ്റ് എമ്മിലെ ലൊക്കേഷൻ കിട്ടി. അങ്ങനെയെങ്കിൽ ആ പോയിൻ്റ് എമ്മിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 37.6 എന്ന് കിട്ടും. അപ്പോൾ പോയിൻ്റ് എമ്മിൽ നിന്ന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ഇതിന് അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോട്ട് ചെയ്യുന്നു. അത് TDM ആണ്. നമുക്ക് ആ വാല്യൂ ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നു 37.6 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എം ലൊക്കേഷൻ കിട്ടി, നമുക്ക് ADP അറിയാം. ഇനി നമുക്ക് കാണേണ്ടത് സപ്ലൈ കണ്ടീഷനാണ്, അതായത് പോയിൻ്റ് എസ്. അത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാർക്ക് പോയിൻ്റ് ADP ഓൺ ദ സാച്ചുറേഷൻ കർവ് സച്ച് ദാറ്റ് ADP ഈസ് ഇക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ആദ്യമേ ADP 10 ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ചെയ്തു. ഇനി അപ്പോൾ നമുക്ക് എം കിട്ടി. ഇനി ഒരൊറ്റ കിട്ടാനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് എസ് ആണ്. പോയിൻ്റ് എസ് ആണ് നമ്മുടെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ സപ്ലൈ കണ്ടീഷൻ. എങ്ങനെയാണ് എസ് കിട്ടുക? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബൈപാസ് ഫാക്ടർ. അപ്പം നമുക്കിനി ഈ എസ് ലൊക്കേറ്റ് ചെയ്യണം. നമ്മൾ I ലൊക്കേറ്റ് ചെയ്തു, O ലൊക്കേറ്റ് ചെയ്തു, എം കണ്ടുപിടിച്ചു, ADP നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ADPയും എമ്മും തമ്മിലൊരു ലൈൻ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എമ്മും ADPയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിൻ്റാണ് എസ്. അപ്പോൾ ആ പോയിൻ്റ് എസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറഞ്ഞ പോലെ ബൈപാസ് ഫാക്ടർ യൂസ് ചെയ്യും. അപ്പോൾ ബൈപാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? TDS. എസ്സിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്താണോ അതേ മൈനസ് ADP
ഡിവൈഡ് ബൈ എമ്മിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്താണോ അതേ മൈനസ് ADP. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ നമുക്കറിയാം, എമ്മിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമുക്കറിയാം, ADP അറിയാം. സോ പോയിൻ്റ് എസ്സിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടുന്നു, അത് 15.52 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ TDS കിട്ടിക്കഴിഞ്ഞാൽ ആ TDS നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ആ വെർട്ടിക്കൽ ലൈൻ ADP എന്ന് പറയുന്ന ലൈനിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിൻ്റ് എസ് ആയിട്ട് മാർക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് എസ് കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് സപ്ലൈ കണ്ടീഷൻ ഓൾറെഡി കിട്ടി, അതുപോലെ തന്നെ കൂളിംഗ് കോയിലിൻ്റെ എൻട്രിയിലുള്ള എയറിൻ്റെ കണ്ടീഷൻ കിട്ടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് കിട്ടി. ദെൻ ഫ്രം സൈക്കോമെട്രിക് ചാർട്ട് വി ഫൈൻഡ് ദാറ്റ് എൻതാൽപ്പി ഓഫ് എയർ അറ്റ് പോയിന്റ് എസ്. അപ്പോൾ എസ് ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ദെൻ ആ എസ്സിലെ എൻതാൽപ്പി എങ്ങനെ കാണും? ജസ്റ്റ് എസ്സിന്ന് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എൻതാൽപ്പി എത്രയാണെന്ന് ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടുന്നു. ആ വാല്യൂ 42 kJ/kg ഓഫ് ഡ്രൈ എയർ എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. അപ്പോൾ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം ടോട്ടൽ ഹീറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ എങ്ങനെയാണ് റൂം സെൻസിബിൾ ഹീറ്റും റൂം ടോട്ടൽ ഹീറ്റും നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ അതിനായി നമ്മൾ ഒന്നുകിൽ നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാതെ മറ്റൊരു രീതിയിൽ ചെയ്യുന്നു. ഐയിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, അതുപോലെ തന്നെ എസ്സിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഐയിൽ നിന്ന് വരച്ച വെർട്ടിക്കൽ ലൈനും എസ്സിൽ നിന്ന് വരച്ച ഹൊറിസോണ്ടൽ ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എ. ഓക്കെ, ദെൻ റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് റൂം സെൻസിബിൾ ഹീറ്റ്. അതായത് HA മൈനസ് HS, അതിൻ്റെ കൂടെ നമ്മൾ മാസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. MS ഇൻറ്റു HA മൈനസ് HS എന്ന് പറയുന്നതാണ് റൂം സെൻസിബിൾ ഹീറ്റ്. അതുപോലെ റൂം ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? HI മൈനസ് HA, MS ഇൻറ്റു HI മൈനസ് HA എന്ന് പറയുന്നതാണ് റൂം ലേറ്റൻ്റ് ഹീറ്റ്. ഇനി റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? HI മൈനസ് HS. അപ്പോൾ നമ്മൾ മാസ് കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ MS ഇൻറ്റു HI മൈനസ് HS. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്ന ഇതാണ്, ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്ന ഇതാണ്, ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്ന ഇതാണ്. സെൻസിബിൾ ഹീറ്റ് SA, ലേറ്റൻ്റ് ഹീറ്റ് IA, ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് IS. ഓക്കെ, അപ്പോൾ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം ടോട്ടൽ ഹീറ്റ്. നമ്മൾ ലേറ്റൻ്റ് ഹീറ്റ് എടുക്കേണ്ട കാര്യമില്ല, കാരണം റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലേറ്റൻ്റ് ഹീറ്റ് ആണ്. അപ്പോൾ റൂം സെൻസിബിൾ ഹീറ്റ് എന്താണ്? HA മൈനസ് HS. HA മൈനസ് HS, കാരണം മാസ് കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, കാരണം മുകളിലും താഴെയും മാസ് വന്ന് അത് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. HA മൈനസ് HS ആണ് സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ HA മൈനസ് HS ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റ്. ടോട്ടൽ ഹീറ്റ് എന്താണ്? HI മൈനസ് HS. അപ്പോൾ റൂം ടോട്ടൽ ഹീറ്റാണ് HI മൈനസ് HS. അപ്പോൾ നമുക്ക് എയിലെ എൻതാൽപ്പി നമുക്ക് ഡയറക്റ്റ് കിട്ടും, കാരണം എയിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ വരച്ച് കഴിഞ്ഞാൽ HA എത്രയാണെന്ന് കിട്ടും. HS നമുക്കറിയാം, HI നമുക്കറിയാം. ഇതെല്ലാം നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടുന്നു. സോ നമ്മൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കിട്ടുന്നു 0.913. ഇനി അടുത്തതാണ് കൂളിംഗ് ലോഡ് കപ്പാസിറ്റി ഓഫ് ദ കോയിൽ. കോയിലിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് കാണണം. അപ്പോൾ കോയിലിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? M തൊട്ട് S വരെയാണ് കൂളിംഗ് കോയിലിൽ നടക്കുന്ന പ്രോസസ്സ്. അതായത് M എന്നതാണ് കൂളിംഗ് കോയിലിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ, S എന്ന് പറയുന്നതാണ് കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ. അപ്പോൾ കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി നമുക്ക് എങ്ങനെ കിട്ടും? കൂളിംഗ് കപ്പാസിറ്റി ഓഫ് ദ കോയിൽ ഈക്വൽ ടു കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന മാസ് എത്രയാണ്? MS, ടോട്ടൽ മാസ്സാണ്. അപ്പോൾ
അപ്പോൾ എം എസ് ഇൻറ്റു എച്ച് എം മൈനസ് എച്ച് എസ് എന്ന് പറയുന്നതാണ് കൂളിംഗ് കോയിലിൻ്റെ ടോട്ടൽ ലോഡ്. അപ്പോൾ അതിൽ എം എസ് അറിയാം, എച്ച് എമ്മും എച്ച് എസും അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6548.8 കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് കിട്ടുന്നു. ദെൻ അഗെയിൻ അതിനെ ഡിവൈഡ് ബൈ 210 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് ടി ആറിൽ കിട്ടുന്നു. അങ്ങനെ കൂളിംഗ് കപ്പാസിറ്റി ഓഫ് ദ കോയിൽ അല്ലെങ്കിൽ കോയിലിൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 31.185 ടി ആർ എന്ന് കിട്ടുന്നു. ഈ ഓരോ പ്രോബ്ലത്തിലും സൈക്കോമെട്രിക് ചാർട്ടിൽ പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിലെ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് എടുത്തുകൊണ്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം സമ്മർ എയർ കണ്ടീഷനിങ് തന്നെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.